Hey guys, this is Anjali and you're watching Anjali Diaries. അപ്പോൾ ഇന്നൊരു കുട്ടി എന്താ ഡേ മൈ ലൈഫ് ചെയ്യാമെന്നാണ് പ്ലാൻ. എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ വലിയ 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 താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. ഇന്നൊരു കുഞ്ഞ് ആവശ്യമായിട്ട് കേരള യൂണിവേഴ്സിറ്റി വരെ പോവുകയാണ്. എൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോണത്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് കേട്ടോ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോയിൽ ചുമ്മാ എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ക്യാമറ നോക്കി ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പേടി, അങ്ങനത്തെ സംഭവം, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്നും വായിൽ വരുന്നില്ല എന്നതാണ് സത്യം. അപ്പം നമുക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാം ഗൈസ്. നമ്മൾ രണ്ടുപേരും കൂടെയാണ് കേട്ടോ യൂണിവേഴ്സിറ്റി പോകുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ബസ്സൊക്കെ കിട്ടി രണ്ട് സീറ്റിലാണ് കേട്ടോ ഇരുന്നത്. ബസ്സിൽ ഫുള്ള് കാറ്റും സൗണ്ടും ഒക്കെ ആയതുകൊണ്ട് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അതുമാത്രമല്ല ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കുന്നത് കൊണ്ട് എങ്ങനെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് പോലും നേരെ അറിയില്ല. എൻ്റെ മോസ്റ്റ് ഓഫ് ദി കാര്യങ്ങൾക്കെല്ലാം ഞാൻ ബസ്സിനെ തന്നെയാണ് കേട്ടോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എനിക്ക് മാത്രമല്ല കേട്ടോ, മിക്കവർക്കും അവരുടെ ആവശ്യങ്ങൾക്ക് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബസ്സിനെ തന്നെയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്താറായപ്പോഴത്തേനും മഴ തൂറ്റാൻ തുടങ്ങി. നമ്മൾ പാളയത്താണ് കേട്ടോ ഇറങ്ങിയത്. ഇറങ്ങിയപ്പോഴത്തേനും അങ്ങറ്റം ഇങ്ങറ്റം ഫുള്ള് ബ്ലോക്ക്. പിന്നെ ഒരുവിധം കഷ്ടപ്പെട്ട് നമ്മൾ എങ്ങനെയോ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി. ഇതാ ഈ കാണുന്നതാണ് നമ്മളെ കേരള യൂണിവേഴ്സിറ്റി, കേരള സർവകലാശാല. അവിടെയും റോഡ് ക്രോസ് ചെയ്യാനുണ്ടായിരുന്നു. അവിടെയും കഷ്ടപ്പെട്ട് റോഡ് ക്രോസ് ചെയ്ത് അതിൻ്റെ അകത്തോട്ടൊന്ന് കയറി. എന്താ സ്ഥലം, എന്താ വിശാലമായ ഏരിയ, ഒരു പിടുത്തം കിട്ടുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ പെട്ടുപോയേനെ. അവിടെ ചെന്ന് ആരുടെ ചോദിച്ചിട്ട് ഫോമൊക്കെ വാങ്ങി ഫില്ല് ചെയ്യാൻ തുടങ്ങി. അവളാണ് കേട്ടോ എനിക്കെല്ലാം ഫില്ല് ചെയ്ത് തന്നത്. എനിക്ക് മൊത്തത്തിൽ വിറയലും ടെൻഷനുമായിരുന്നു. ഒപ്പിടാളടുത്ത പേരെഴുതാളടുത്ത് ഒപ്പ് വിട്ടു വെച്ചു. പിന്നെ എല്ലാം അവളാണ് കേട്ടോ എല്ലാം ഫില്ല് ചെയ്തത്. നമ്മൾ മാത്രമല്ല കേട്ടോ, അവിടെ നിറയെ കുട്ടികളുണ്ടായിരുന്നു ഇതുപോലെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നത്. അവിടെ ഫീസൊക്കെ അടയ്ക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ എല്ലാ പേപ്പേഴ്സും കിട്ടി. ഇനി ഇതെല്ലാം പിൻ ചെയ്ത് തപാലിൽ കൊണ്ടുവരണം. അപ്പോഴാണ് ഓർത്തത് ഡിക്ലറേഷൻ എഴുതിയില്ലാന്ന്. പിന്നെ അതും അവളെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു കേട്ടോ. എല്ലാം സെറ്റാക്കി തപാലിൽ കൊണ്ടിടാൻ പോയപ്പോഴത്തേനും അവിടെ പൂട്ടി. അവിടെ ഇനി 2 മണിക്കേ തുറക്കുള്ളൂ. അങ്ങനെ നമ്മൾ തേഞ്ഞൊട്ടി. നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യണം ഗൈസ്. ലഞ്ച് ബ്രേക്ക് അവർക്ക്, നമുക്കല്ല. സംടൈംസ് വെയിറ്റിംഗ് ഈസ് ഓൾസോ എ പ്രോബ്ലം. യെസ്, അതെ അതെ ഗൈസ്. നമ്മൾ രാവിലെ 11 മണിയൊക്കെ ആയപ്പോൾ എത്തിയതാണ്. ഇപ്പം സമയം എത്രയും 1:48. ഇനിയും നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യും. എന്ത് കഷ്ടപ്പാടാണ് സർട്ടിഫിക്കറ്റിന് കൊടുക്കുന്നത് അല്ലേ. സർട്ടിഫിക്കറ്റിന് ആവശ്യമുള്ളതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. പക്ഷെ അവിടെ 2 മണിക്കേ തുറക്കുള്ളൂ. എന്നല്ലേ തപാലിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പം എന്തായാലും 2 മണിയായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തപാലിലോട്ട് പോസ്റ്റ് ചെയ്യാം. ഫുഡ് കഴിക്കാൻ പോകാൻ പറഞ്ഞു. എന്തോ ഫുഡ് വേണം. നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം പോസ്റ്റ് ചെയ്തു കേസ്. അപ്പോൾ ഇനി നേരെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വീട്ടിലോട്ട് വരാൻ വേണ്ടി ബസ് കയറി. ഇതായി കാണുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ മിക്കവാറും എന്തെങ്കിലും പാർട്ടി പരിപാടിയോ സമരങ്ങളോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ കാണും കേട്ടോ. ഓടി ഓടി ക്ഷീണിച്ചാലേ ഇനി കുറച്ച് നേരം വായി നോക്കാം, എന്നിട്ട് കിടന്നുറങ്ങാം. ബസ്സിൽ കിടന്നുറങ്ങുന്നതിൻ്റെ ഫീല് അത് വേറെ തന്നെയാണ്. മനുഷ്യൻ്റെ കഴുത്തൊടി. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയിട്ട് കരിഞ്ഞ് പണ്ടാരടങ്ങി വരികയാണ് ബസ്. ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിരുന്നു പ്ലാൻ, പക്ഷേ അത്രയൊന്നും ഒത്തില്ല. കാരണം ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കുകയല്ലേ. അതുമാത്രമല്ല യൂണിവേഴ്സിറ്റിയിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. കുറേ പേപ്പറുകൾ അങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് മാറ്റണം, കുറേ അടുത്ത് ഓടം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വീഡിയോയും കിട്ടിയില്ല അല്ലേ. അതെ അതെ. അപ്പോൾ ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കുന്നതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതുപോലെ ലോങ് വീഡിയോ ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. ഡേ മൊത്തത്തിൽ കൊള്ളായിരുന്നു. എനിക്ക് ഡിഗ്രിയിൽ ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ക്ലിയർ ചെയ്ത് വരാൻ കുറേ ലേറ്റായി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് സർട്ടിഫിക്കറ്റിന് കൊടുക്കാൻ പോവേണ്ടി വന്നത്. പക്ഷേ എൻ്റെ കൂടെ പഠിച്ചവർക്ക് എല്ലാവർക്കും നേരത്തെ സർട്ടിഫിക്കറ്റ് കിട്ടി കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു പാറുടെ? പറ വേണ്ടേ അങ്ങോട്ട്. ആ കൊള്ളാം, കുഴപ്പമില്ല, നല്ല ഡേ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ബൈ.